നമ്മൾ പ്രൊമോയിൽ കണ്ട അനുമോളുടെ ആ ഒരു കരച്ചിൽ, അതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ലൈവിൽ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്താണ് ആ ഒരു സംഭവത്തിലേക്ക് നയിച്ച കാര്യമെന്ന് നോക്കാം. സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ശരിക്കും അനുമോൾ ഈ കരഞ്ഞ് ആണയിട്ട് സത്യമിട്ട് പറയുന്ന കാര്യങ്ങൾ, അത് അനുമോൾ പറയുന്ന കാര്യങ്ങളാണ്. അതിൽ എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്കറിയില്ല. കാരണം ബിഗ് ബോസ് അത് ലൈവിൽ കാണിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ബിഗ് ബോസ് അത് ലൈവിൽ കാണിച്ചിട്ടില്ല. പിന്നെ ആദില എവിക്റ്റായി പോയി, നൂറ് അവിടെ ഉണ്ട്. പക്ഷേ ആദില അതിന് സമ്മതിക്കുമോ? അത് അനുമോളുടെ ഭാഗത്താണ് ശരിയെന്ന് ആദില സമ്മതിക്കുമോ എന്നുള്ളൊരു ചോദ്യം വളരെ വലുതാണ്. ഉറപ്പായിട്ടും ആദില ഒരു എന്താ പറയാ, കള്ളം പറയുന്ന ക്യാരക്ടറാണ്, കള്ളത്തരങ്ങൾ കാണിക്കുന്ന ക്യാരക്ടറാണ്. ആദിലയ്ക്ക് ആദിലയുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആദിലയുടെയും നൂറയുടെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആദില കള്ളം പറയും എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഇതിനു മുൻപും ബിഗ് ബോസ് ഹൗസിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഈ വിഷയത്തിൽ ഇത് എങ്ങനെയായിരിക്കും സോർട്ട് ഔട്ട് ചെയ്യാൻ അനുമോൾക്ക് സാധിക്കുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മറ്റാർക്കും തന്നെ ഇതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യണം എന്ന ആഗ്രഹമൊന്നുമില്ല. പക്ഷെ അനുമോളുടെ ഭാഗം ന്യായീകരിക്കാൻ, അല്ലെങ്കിൽ അനുമോളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തെളിയിക്കാൻ അനുമോൾ കുറെ പെടാപ്പാട് പെടും, അത് ഉറപ്പാണ്. പക്ഷേ അങ്ങനൊരു ചാൻസ്, അല്ലെങ്കിൽ അനുമോൾക്ക് അത് സത്യമാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറയുന്ന കാര്യം അനുമോൾക്കും ആദിലയ്ക്കും നൂറയ്ക്കും ദൈവം തമ്പുരാനും ബിഗ് ബോസിനും മാത്രമേ അറിയൂ. ബിഗ് ബോസ് ഒരിക്കലും ഇതൊന്നും എടുത്ത് പുറത്തിടുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. സംഭവം ഈ ഒരു വിഷയത്തിലേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ ഒനിയിലൊരു തുടക്കമാണ് കേട്ടോ. ഒനിയിൽ നൂറയ്ക്കിരുന്ന് പ്രഡിക്ഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നെവിന്റെ അടുത്തും നൂറയുടെ അടുത്തും ഒക്കെ ആയിട്ട് ഒനിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ഇവിടെ ഗെയിമിനകത്ത് ഫെയർ ഗെയിം എന്നൊന്നും ഇല്ല, എല്ലാം ഗെയിമാണ്. പിന്നെ ടാസ്ക് ആണ് നമ്മളൊക്കെ ഉദ്ദേശിച്ച ഗെയിം, പക്ഷെ ടാസ്ക് ഒന്നും ഒരു ഗെയിമേ അല്ലടാ. ഇതാണ് ഒനിയിൽ അവിടെ പറഞ്ഞ പ്രസ്താവന. അവിടുന്ന് ഒനിയിൽ പിന്നെ പോകുന്നത് അക്ബറിന്റെ അടുത്ത്, ജയിലിന്റെ അടുത്ത് നിൽക്കുന്ന അക്ബറിന്റെ അടുത്ത് പോയി അക്ബറിനോടും ഇതേ കണക്ക് കുറെ നേരം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അക്ബർ പക്ഷേ ഫെയർ ഗെയിം എന്നുള്ള ഒരു രീതിയിലാണ് അക്ബർ ഗെയിം കളിക്കുന്നത് എന്ന് അക്ബർ പറയുന്നുണ്ട്. അപ്പോൾ ഒനിയിൽ പറയുന്നുണ്ട്, എടാ നമ്മുടെ തോന്നലാണ് ഈ ഫെയർ ഗെയിം എന്നൊക്കെ പറയുന്നത്, അൺഫെയർ ആയിട്ട് കളിക്കാൻ പാടില്ല ഫെയർ എന്നൊക്കെ ഉള്ളത്. അത് നമ്മുടെ തോന്നലിൽ നമ്മൾ തീരുമാനിക്കുന്നതാണ്. മൈൻഡ് ഗെയിം കളിക്കുക എന്നൊക്കെ പറയും. പക്ഷെ അല്ലല്ല, നാട്ടുകാരെന്ത് പറയുന്നു അതാണ് ഫെയർ ഗെയിം. അങ്ങനെ നോക്കുമ്പം ഈ അനുമോളൊക്കെയാണ് നല്ലത് എന്ന രീതിയിൽ ഒനിയിൽ ആംഗ്യം കാണിച്ച് അക്ബറിനോട് കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അക്ബറിനത് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റില്ല, ഇഷ്ടപ്പെട്ടില്ല. അന്നേരം അക്ബർ പറഞ്ഞു, എടാ അങ്ങനെ പറഞ്ഞാൽ എന്തോന്നടാ, എന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ അനുമോള്, അപ്പൊ പിന്നെ അതെങ്ങനെ ഫെയർ ഗെയിം ആവുന്നത്, ഞാൻ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ട് എന്നിങ്ങനെ അക്ബറിന്റെ അവസ്ഥ പറയുന്നുണ്ട്. അപ്പൊ ഒനിയിൽ ഉടനെ ലക്ഷ്മിയുടെ കാര്യം എടുത്തിടുകയാണ്. ഇവിടെ ലക്ഷ്മിയും ഒനിയിലും തമ്മിൽ ഒരുപാട് പേഴ്സണൽ ഗ്രഡ്ജസ് ഉണ്ട്. ബിഗ് ബോസ് ഹൗസിനകത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ബിഗ് ബോസ് ഹൗസിൽ നിന്ന് രണ്ടുപേരും എവിക്റ്റായി കഴിഞ്ഞതിന് ശേഷം അത് സോഷ്യൽ മീഡിയയിൽ ഒരു വിസിബിൾ ഫൈറ്റിലേക്ക് പോയിട്ടുണ്ട്. അത് അവരുടെ വിഷയങ്ങളായിരുന്നു. അതായത് ലാലേട്ടന്റെ മുന്നിൽ വെച്ച് ഒനിയിലിനോട് എല്ലാ പുരുഷന്മാരോടും മാപ്പ് പറഞ്ഞ ലക്ഷ്മി പുറത്തിറങ്ങിയതിന് ശേഷം ഈ വിഷയത്തിൽ മാറ്റിപ്പറച്ചിലും പ്രസ്താവനകൾ മാറ്റിപ്പറയുകയും ചെയ്തതുകൊണ്ട് തന്നെ ഒനിയിലിന് ലക്ഷ്മിയെ ഇഷ്ടമല്ല. അവർ തമ്മിലൊരു സംസാരം, ഒരു കോംപ്രമൈസിലേക്ക് പ്രതീക്ഷിക്കുകയും വേണ്ട. പക്ഷെ ഈ ഒനിയിലിന്റെ ശത്രുവായിട്ടുള്ള ലക്ഷ്മി അനുമോളടുത്ത് പോയി മിത്രമായപ്പോൾ ഒനിയിലിന് അവിടെ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ വിസിബിളി ഈ പറയുന്ന അനുമോളെ നെഗറ്റീവ് ആക്കി ഒനിയിലൊന്നും പറയുന്നില്ല. അതിന്റെ കാരണം എനിക്ക് തോന്നുന്നു, ഇപ്പോ അബി ഉൾപ്പെടെ പലരും അത് അനുമോളെ ഒന്നും കൂടുതൽ നെഗറ്റീവായിട്ടൊന്നും പറയാതെ അനുമോൾക്ക് സപ്പോർട്ട് നിൽക്കുന്നതിന്റെ കാര്യം, പുറത്തിറങ്ങിയ അനുമോളെ നെഗറ്റീവ് പറഞ്ഞാൽ അവർക്കൊക്കെ ചീത്തവിളി കിട്ടും എന്നുള്ളൊരു പേടി ഇവർക്കൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഏതായാലും ഒനിയിൽ അന്നേരം പറയുന്നുണ്ട് അക്ബറിനോട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അനുമോൾ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകും എന്നുള്ളത്, അനുമോളുടെ കുറെ സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കളാണ്. അനുമോൾ ഇവിടെ ഉണ്ടാകും എന്നുള്ളത് എനിക്കറിയാം. അനുമോളുടെ കാര്യങ്ങൾ എനിക്ക് മുന്നേ അറിയാം. അനുമോളുടെ സാഹചര്യങ്ങൾ എനിക്കറിയാം. ഇത് ഒനിയിൽ പറഞ്ഞതാണ്. എഗെയിൻ ഒനിയിൽ പറയുന്നൊരു കാര്യം, വേണമെങ്കിൽ എനിക്കൊരു ലവ് ട്രാക്ക് ഒക്കെ എടുക്കാമായിരുന്നു. ആരെടുത്ത്? അനുമോളോട് ഒരു ലവ് ട്രാക്ക് ഒനിയിലിന് എടുക്കാമായിരുന്നു എന്നും ഒനിയിൽ പറയുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം ഒനിയിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം എനിക്ക് ഈ കുലസ്ത്രീ പോലുള്ള ഇങ്ങനെയുള്ള അതൊന്നും എനിക്ക് താല്പര്യമില്ല. അതായത് ഒനിയിൽ ഒരു ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കൊച്ചിക്കാരൻ, FC ബോയ് ഒക്കെയാണ്. ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ്. പലതരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ചീത്തവിളികളൊക്കെ ഉള്ള ഒരു സ്റ്റൈലിഷ് ഗായി ആണ്. പക്ഷെ ഇതേമാതിരിയുള്ള കുലസ്ത്രീ ടൈപ്പായിട്ടുള്ള അനുമോളെ പോലുള്ള ഒരു ലവ് ട്രാക്കിന് പോലും താല്പര്യമില്ല എന്ന രീതിയിൽ അക്ബറിനോട് ഒനിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
അതവിടെ സംസാരം നടക്കുന്ന സമയത്ത് ജിഷിൻ വന്ന്, അവിടെയാണ് ആ വഴക്ക് തുടങ്ങുന്നത്. ജിഷിൻ വന്ന് ഇപ്പൊ തുണിയെല്ലാം കൂടെ കൂന കൂട്ടിയിട്ടിരിക്കുന്നതിന്റെ ഇടയിലേക്ക് അനുമോൾ ഇരുന്ന് കരഞ്ഞ് സംസാരിച്ച് തുടങ്ങുകയാണ്. അപ്പോ ജിഷിൻ പോയി ചോദിക്കുന്നുണ്ട്, അക്ബറിനെതിരെ ഇങ്ങനെ ഒരു കൊട്ടേഷൻ, അങ്ങനെ വേണമെങ്കിൽ പറയാം, ഒരു കൊട്ടേഷൻ നീ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അനുമോൾക്ക് മനസ്സിലായി ഇത് ഇവിടെ നിസ്സാര കാര്യമല്ല, ഇതിവിടെ ഇപ്പൊ എല്ലാവരും വിശ്വസിച്ചു, താൻ ഇങ്ങനൊരു കാര്യം ആദില ത്രൂ ചെയ്തു എന്ന് എല്ലാവരും വിശ്വസിച്ചതായിട്ട്. അതുവരെ ഈ ലക്ഷ്മിയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത് പോലെ അനുമോൾ ഇവിടുത്തെ കാര്യങ്ങൾക്കൊന്നും ഇടപെടാതെ പുറത്തിറങ്ങിയിട്ട് എന്ത് നോക്കാം, എന്ത് നേരിടാം എന്ന് കരുതിയിരുന്ന അനുമോള് ഈ ഒരു വിഷയത്തില് അക്ബറിന്റെ അടുത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഷമത്തിലാണ് അനുമോള്. അപ്പം കറക്റ്റായിട്ട് അനുമോള് പറയുന്ന, ആദില പറഞ്ഞ ആ വിഷയം എന്ന് പറയുന്നത്, ജിസയിലൊക്കെ എവിക്റ്റ് ആകുന്നതിന് മുന്നേ ഈ പറയുന്ന കണക്ക് ഒരു ദിവസം എവിക്ഷനിൽ ആദില വന്ന ദിവസം ഒരു ടിഷ്യൂ പേപ്പറിനകത്ത് ഐലൈനർ വെച്ച് അനുമോളുടെ ഫോൺ നമ്പർ എഴുതി അങ്ങോട്ട് കൊടുത്തു. ആദിലയുടെ ഫോൺ നമ്പർ എഴുതി അനുമോൾക്കും കൊടുത്തിരുന്നു. ഇത് ബെഡിൽ വെച്ചിട്ട്, അനുമോളുടെ ബെഡിൽ വെച്ചിട്ടാണ് ഇത് ചെയ്തത്. ക്യാമറ അന്നേരം മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഉള്ളതാണ് എന്ന് അനുമോള് പറയുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന കാര്യം ഇന്നലെ രാത്രി ആദിലയോട് അനുമോള് ചോദിച്ചപ്പോൾ അനുമോളോട് ആദില പറഞ്ഞത് ഞാൻ അതെടുത്ത് വേസ്റ്റ് ബിന്നിൽ കളഞ്ഞു എന്ന് ആദില പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അനുമോള് കട്ടയ്ക്ക് പറയുന്നൊരു കാര്യം, അമ്മ സത്യം, ഇവിടെയുള്ള എല്ലാ ദൈവങ്ങളും സത്യം, ആ ഒരു ടിഷ്യൂവിനകത്ത് ഞാൻ എൻ്റെ ഫോൺ നമ്പറാണ് എഴുതി കൊടുത്തത്, അല്ലാതെ എനിക്ക് ഈ പറയുന്ന PR എന്ന് പറയുന്ന ആളുടെ നമ്പറൊന്നും എനിക്ക് കാണാതെ അറിയത്തില്ല. എനിക്ക് മൊത്തത്തിൽ 3 ഫോൺ നമ്പർ ഉണ്ട്, അതിലൊരു ഫോൺ നമ്പർ മാത്രമേ എനിക്ക് കാണാതെ അറിയത്തുള്ളൂ. എൻ്റെ ഫോൺ നമ്പരും അമ്മയുടെ ഫോൺ നമ്പരും അച്ഛൻ്റെ ഫോൺ നമ്പരും മാത്രമേ എനിക്ക് കാണാതെ അറിയത്തുള്ളൂ. എൻ്റെ ഫോണിലോട്ട് വിളിക്കുകയാണെങ്കിൽ ചേച്ചി ആയിരിക്കും എടുക്കുക. ചേച്ചി ഫോൺ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന PR സംസാരിക്കാൻ കഴിയും എന്ന് കൂടി അനുമോള് പറയുന്നുണ്ട്. അതിന് കാരണം ആദില അനുമോളോട് എടുത്തെടുത്ത് ചോദിച്ചു, PR വല്ലതും പറയണോ എന്ന് ആദില അനുമോളോട് എടുത്ത് ചോദിച്ചത്. അങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചപ്പോൾ, പൊതുവെ അങ്ങനെ ചോദിക്കുമ്പോൾ ആദിലയോട് അനുമോള് പറയുന്നത്, ഇവിടെ ഒന്നും പറയാനില്ല, വീട്ടിലിങ്ങനെ പറഞ്ഞാൽ മതി, വിഷമിക്കേണ്ട, ഞാൻ ഇവിടെ കരയുന്നത് കണ്ടൊന്നും വിഷമിക്കേണ്ട, സാരമില്ല, ഞാൻ ഇവിടെ ഓക്കെ ആണെന്ന് പറയണം, പിന്നെ എല്ലാ ദൈവങ്ങളോടും ഒന്ന് പ്രാർത്ഥിക്കാൻ പറയണം, ഇത്രയൊക്കെ പറയാറുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഈ പറയുന്ന PR എന്ത് ചോദിക്കണമെന്ന് നിർബന്ധിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറ, ഈ അക്ബറിനെ വൈറ്റ് വാഷ് ചെയ്ത് ഇവിടെ അങ്ങനെ നടക്കുന്നുണ്ടെന്ന് പറ എന്ന് അനുമോള് പറഞ്ഞതായിട്ട് ആദിലയോട് അനുമോള് പറഞ്ഞതായിട്ട് അനുമോൾ അത് സമ്മതിക്കുന്നുണ്ട്. ഈ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിനകത്ത് അനുമോൾ അക്ബർ ഇവിടെ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അക്ബറിനെ ഇവിടെ വെള്ളപൂശുന്ന കാര്യം അനുമോള് പറയുന്നതിന്റെ ഒരു റീസൺ ഉണ്ട്. ലാലേട്ടൻ വരുന്ന എപ്പിസോഡുകളിലൊക്കെ അനുമോളെ ലാലേട്ടൻ കൂടുതൽ വഴക്ക് പറയുകയും അക്ബറിനെ എല്ലായ്പ്പോഴും അക്ബറിനൊക്കെ ഒരു സപ്പോർട്ടാണ് ലാലേട്ടൻ കൊടുത്തിട്ടുള്ളത്. അപ്പം പുറത്തു നിന്നേ തന്നെ ഈ ഒരു സംസാരം കേട്ടിട്ടാണ് അനുമോളും അകത്തോട്ട് കയറിയത്. അതിന്റെ റീസൺ വിനു പുറത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഈ പറയുന്ന അക്ബറിന്റെ PR എടുക്കാത്തതിന്റെ കാരണം അക്ബറും സെർഗോ വിജയനും ഒക്കെ ഈ പറയുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അതുകൊണ്ടാണ് താൻ PR എടുക്കാത്തതെന്ന് വിനു പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഈ സെയിം സിറ്റുവേഷൻ, ഈ സെയിം കാര്യം അനുമോൾക്കും അറിയാം. അപ്പൊ അനുമോൾ അന്നേരം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, അക്ബറിന് ഇവിടെ എന്തായാലും പിടിപാടുണ്ട്, അപ്പൊ ഇവിടെ അക്ബറിനെ എന്തായാലും ജയിപ്പിക്കും, അക്ബറിന് ഉറപ്പുണ്ട് ഇവിടെ നിൽക്കും. ഇതൊക്കെ അനുമോൾ ഓൾറെഡി പറഞ്ഞതാണ്, നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ബിഗ് ബോസ് ഹൗസിൽ അനുമോൾ ഈ പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്, അക്ബറിന് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്, ലാലേട്ടൻ വന്ന അക്ബറിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് അക്ബറിന്റെ ഈ കേസും അല്ലാതെ തന്നെ ബിഗ് ബോസിന് നമ്മളെ ഒന്നും വേണ്ടല്ലോ എന്നൊക്കെ അനുമോള് തമാശ രൂപേണയൊക്കെ പറയും. എപ്പോഴും അക്ബറിനോടാണ് ആ ഇഷ്ടം, അക്ബറിനോട് മാത്രമേ ബിഗ് ബോസ് തമാശകൾ പറയത്തുള്ളൂ, ട്രോൾ ചെയ്യത്തുള്ളൂ. അങ്ങനെ എന്തോ ഇന്നലെ ഒരു തമാശ അനുമോള് ചോദിച്ചു മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ബിഗ് ബോസ് അനുമോളെടുത്ത് ആഹാരം കഴിക്കുമ്പോൾ മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് തമാശ ബിഗ് ബോസ് അനുമോൾക്കും കൊടുത്തിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ ഈ വിഷയം ഇത് അനുമോള് രഹസ്യമാക്കേണ്ട കാര്യമില്ല, അനുമോൾ അത് പരസ്യമാക്കി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ കാര്യമാണ് ആദിലയോടും താൻ സംസാരിച്ചത് എന്നാണ് അനുമോള് പറയുന്നത്. ഇത് ജിഷിൻ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഇത് ജിഷിനോട് അനുമോള് പറയുന്നത് ഭയങ്കര കരഞ്ഞ് നിലവിളിച്ചാണ്. അനുമോളുടെ ഈ കരച്ചിൽ കാണുന്ന ആര്യൻ വന്നിട്ട് അയ്യോ എന്ത് അവാർഡ് തരാം, ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ തമാശ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ആര്യൻ പതുക്കെ അപ്പാനിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പാനിയുടെ മുഖത്തേക്ക് നോക്കി ആര്യൻ അനുമോളുടെ മുന്നിൽ വെച്ച് തല ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ആര്യൻ കോക്രി കാണിക്കുന്നുണ്ട്. തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ കോക്രി കാണിക്കുന്നുണ്ട്. അതായത് അപ്പാനിയോ അക്ബറോ ആര്യനോ ആരും തന്നെ അനുമോളെ വിശ്വസിക്കാൻ പോകുന്നില്ല, ഇതൊക്കെ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്ന് പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും.
ഇവരുടെ ഒക്കെ മുന്നിൽ, ആര്യന്റെയും അപ്പാനിയുടെയും ഒക്കെ മുന്നിൽ അനുമോള് വെറുതെ കിടന്ന് കരയുകയാണ്. ഈ പറയുന്ന ജിഷിനും ഷാനവാസും ഒക്കെ എത്രത്തോളം അനുമോളുടെ കാര്യം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. ജിഷിൻ സത്യം പറഞ്ഞാൽ പുറത്തുനിന്ന് വന്ന ആളാണ്. ജിഷിന് ശരിക്കും പറഞ്ഞാൽ സപ്പോർട്ട് ഉണ്ടോ, അതായത് അനുമോളെ യഥാർത്ഥത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ജിഷിന്റെ കേസിലും നമുക്ക് കൺഫ്യൂഷൻ ആണ്. ഷാനവാസിന്റെ കാര്യത്തിൽ ഷാനവാസിന് അക്ബറിനോട് എതിർപ്പുണ്ട്. അതുമാത്രമല്ല അനുമോള് പുറത്ത് എന്താണ് എങ്ങനെയാണ് അറിയപ്പെടുന്നതെന്നോ അല്ലെങ്കിൽ PR-ന്റെ പേര് എത്രത്തോളം റീച്ച് ആയെന്നുള്ളതൊന്നും ഷാനവാസിന് അറിയാത്തത് കൊണ്ട് ഷാനവാസ് അധികം നെഗറ്റീവായിട്ട് അനുമോളുടെ അടുത്ത് നിൽക്കാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ വിഷയം അക്ബറിനോട് തന്നെ നേരിട്ട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ പറയുന്ന ടിഷ്യൂ പേപ്പറിനകത്ത് എഴുതിയ ഫോൺ നമ്പർ അത് നൂറയുടെ തന്നെ അവിടെ തന്നെ കബോർഡിലുണ്ട്, ഉറപ്പാണ്, അത് അവള് കളയത്തില്ല എന്നൊക്കെ കിടന്ന് അനുമോള് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നൂറയെടുത്തും അക്ബറിന്റെ അടുത്തും ഒക്കെ കൂട്ടിച്ചോദിക്കണം എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. പക്ഷെ ഇത് അക്ബർ സംസാരിക്കാൻ താല്പര്യമില്ല. എന്നിട്ട് അക്ബർ പറയുന്ന മറുപടി എന്ന് പറയുന്നത്, ഇത് നിന്റെ വന്നപ്പോ തൊട്ടുള്ള അടവാണ്. അതായത് ഇങ്ങനൊരു വിഷയം നമ്മളെ ചുറ്റിപ്പറ്റി ഉണ്ടാക്കും, എന്നിട്ട് നീ അത് കരഞ്ഞ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് നീ അതിനകത്ത് രക്ഷപ്പെട്ട് നമ്മളൊക്കെ അതിനകത്ത് തെറ്റുകാരാവും. ഈ ഒരു തരത്തിലേക്ക് അനുമോള് കഥ മെനയും എന്ന രീതിയിൽ അക്ബർ അത് പറഞ്ഞ് കൈയൊഴിയുകയാണ്. സത്യത്തിൽ ഇതിനകത്ത് സത്യമുണ്ടോ, ഇതിനകത്ത് ആര് കള്ളം എന്നൊക്കെ ഉള്ളത് സത്യം പറഞ്ഞാൽ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ആദിലയും നൂറയും അനുമോളും ബിഗ് ബോസും മാത്രം അറിയാവുന്ന ചുരുളഴിയാത്ത രഹസ്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ അക്ബറിന് ബിഗ് ബോസുമായിട്ട് റിലേഷൻ ഉണ്ട്. സർഗോ വിജയൻ എന്ന് പറയുന്നത് അക്ബറിന്റെ ഒരു 4-5 വർഷത്തിൽ കൂടുതലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഇതൊക്കെ സത്യമാണ്. പക്ഷെ ബിഗ് ബോസിൽ വിൻ ചെയ്യുക എന്ന് പറയുന്നത് ഈ പറയുന്ന വോട്ടിങ്ങിലൂടെ നടക്കുന്ന ഒരു കാര്യമായിട്ടേ കൺസിഡർ ചെയ്യാൻ കഴിയുള്ളൂ. പക്ഷെ ഇതിനകത്ത് ഒരുപാട് പൊളിറ്റിക്സ് ഉണ്ട്, ഇതിനകത്ത് ഒരുപാട് ചതികളുണ്ട്, ചതിക്കുഴികളുണ്ട്. അതിനപ്പുറം ഒന്നും എനിക്കും അറിയത്തില്ല. അപ്പോൾ ഏതായാലും ശരി, സീരിയൽ ഗ്രാമ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.